ചേച്ചി ഞാൻ ബീർ ഒഴിക്കട്ടെ എന്ന് വെച്ചുട്ടാ. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ബീർ ഒഴിക്കട്ടെ, എനിക്ക് പേടി കൊള്ളുമെന്ന് അറിയില്ലല്ലോ. അപ്പം പറയാണ് ഞാൻ പതുക്കെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ ചേച്ചിയും അവനോട് പറയാ ആദ്യം ചേച്ചി ഒന്ന് ഇരിക്കുമെന്ന് ചോദിച്ചു. നമ്മൾ ഇരിക്കേ എന്തെന്ന് ചോദിച്ചു. ബീർ എടാ അപ്പോൾ നല്ലതാടാ, പെണ്ണുങ്ങളുടെ സാധനത്തിന് ബീർ ഒഴിച്ച് ചെയ്യണതല്ല. ചേച്ചി സീരിയസ്ലി ഭർത്താവിനോട് പറ, നമ്മുടെ വജേന ഭാഗമല്ലേ, വജേന ഭാഗത്ത് ബീർ ഒഴിച്ചാൽ മതി തേനിന് പകരം. പൊളിയാ. ചെയ്തിട്ടില്ല? ബീർ ഒഴിച്ചാൽ ബീർ 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 സീരിയസ്ലി തേനിനേക്കാളും ഏറ്റവും നല്ലതാണ്. പക്ഷെ സാധനം നീളൂട്ടാ, സാധനം നീളും. അപ്പോൾ ഇന്ന് ബീർ ഓർഡർ ആക്കാൻ പറയണം. ഇന്ന് ബീർ ഓർഡർ ആക്കാൻ പോവാ, അന്ന് എന്നെ വിളിക്കണം. സീരിയസ്ലി എൻ്റെ മക്കളാണ് സത്യം. ബീർ ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പം അതിൻ്റെ ഉപ്പ് രസവും ആ ബീറിൻ്റെ ടേസ്റ്റും നമ്മുടെ ആ കൊഴുപ്പും എല്ലാം കൂടെ പൊള്ളിയായിരിക്കും. ബീർ നല്ലതാണ്. എനിക്ക് ബീർ ഇഷ്ടം, ഐസ്ക്രീം ഇഷ്ടം, വേറെ ഇഷ്ടമല്ല. ചെയ്തു നോക്ക് ബീർ ഒഴിച്ചിട്ട്, പൊള്ളത്തൊന്നുമില്ല, കൺഫേം. ചെയ്തു നോക്ക് ബീർ ഒഴിച്ചിട്ട്. അപ്പോൾ നിന്നെ എങ്ങനെ വിളിക്കും ഞാൻ പറഞ്ഞുതരാം, ഞാൻ കണ്ടോളാം. ചേച്ചി ഞാൻ അവിടുന്ന് ചെയ്തോ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയല്ല അവിടെ ഒഴുക്കി എന്ന് ഞാൻ കണ്ടിരുന്നോളാം. എന്നിട്ടുണ്ടല്ലോ ചേച്ചിയും അവ അങ്ങനെ കുറേ എന്നിട്ട് എന്നോട് തലേന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അവൻ എന്നോട് ചോദിക്കുകയാണ് ചെക്കൻ പോവാറായോ അയ്യോ എനിക്ക് ടൈം പിടിക്കും മുത്തേ. അപ്പം ഞാൻ എന്നോട് ചോദിക്കണം ഇനി ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണ്ടേ. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്തു തരണം. അപ്പോൾ അങ്ങനെ ചെയ്താൽ പോവോ, ഇങ്ങനെ ചെയ്താൽ പോവോ, പിന്നെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. കിട്ടുന്ന സുഖം മിസ്സാക്കരുത്, ഒക്കെ ഒരു പൊട്ടനായിരുന്നു. ഓക്കെ, നമ്മൾ കിട്ടുന്ന സുഖം മിസ്സാക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ബിയർ ഓർഡർ ആക്കണം. എനിക്ക് ബിയർ അടിപൊളിയല്ലേ, ബിയർ പൊളി. എന്നിട്ട് ഞാൻ പറഞ്ഞു അവിടെ ഇവിടെ അങ്ങനെ നമ്മൾ ചെയ്യിപ്പിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നല്ല മൂടാകുമ്പോണ്ടല്ലോ അവനെ മലത്തിൽ കിടത്തണം. ഹോണ്ടേട്ടാ ഹോണ്ടേട്ടിന് മൂടെ വിജി എന്നെ എനിക്കൊന്ന് ഇത് നിൻ്റെ മോളും കേൾക്കുന്നുണ്ട്, മോൾക്കും ആവശ്യം എന്നിട്ട് പൊളിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, അവനെ മലത്തിൽ കിടത്തണം. എന്നിട്ട് നമുക്ക് നല്ല മൂടാവില്ലേ. എന്നിട്ട് നമുക്ക് കാന്താരി വന്നു കാന്താരി പറയും ബാക്കി. കാന്താരി നിനക്ക് ഇഷ്ടമാണോ വലിച്ചെടുക്കണതും ബീർ ഒഴിച്ച് ചെയ്യണതാണ് ഇഷ്ടം, ചോക്ലേറ്റാണ് ഇഷ്ടം? കാന്താരി വന്നു. കാന്താരി വായേ, വലിച്ചെടുക്കണതാണ് ഇഷ്ടം, ഇതാണോ ഇഷ്ടം, ഏതാ ഇഷ്ടം? മൈനപ്പെണ്ണ് പൊളിക്കൂ. ഞങ്ങളെല്ലാം ആശപ്പ ചേച്ചി. എന്നിട്ട് പതുക്കെ ഒരു ഹോളുണ്ടാവും നക്കിയെടുക്കുന്നത്. നക്കലിഷ്ടമല്ല, ഐസ്ക്രീം ആകുമ്പോൾ ഒരു തണുപ്പായിരിക്കും. ഐസ്ക്രീം പൊളിയാ, കാന്താരി ക്ലാസ്സിൽ എത്താൻ വൈകി പോയി. അതെ തണുപ്പ് പൊളി. കാന്താരി തേച്ചാൽ എങ്ങനെ ഉണ്ടാവും? കാന്താരി തെളിച്ച് പുകച്ചിലുമായിട്ട് നിങ്ങളുടെ നാക്കുണ്ടല്ലോ. ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ സാമാനം പുകഞ്ഞാൽ നിങ്ങളുടെ നാക്കുള്ളതുകൊണ്ട് ഞങ്ങൾ പുകച്ചിൽ മാറ്റും. അല്ലേ ചേച്ചി? അല്ലേ മൈനു? ഞങ്ങളുടെ സാധനം എരിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാക്കുകൊണ്ട് ഞങ്ങൾ പുകച്ചിൽ മാറ്റും. അത്രയേ ഉള്ളൂ. അല്ലേ കാന്താരി? അല്ലേ? അയ്യോ വയ്യ. അശോ ചേച്ചി അല്ലേ, നമുക്ക് പോച്ചിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബസ്സിനോണ്ട് ചെയ്യിപ്പിക്കും. അത്രേ ഉള്ളൂ. പടച്ചോനെ വെള്ളത്തിലിരിക്കേണ്ടി വരും. എന്തിനാ വെള്ളത്തിലിരിക്കേണ്ടി? പുകച്ചിന് മാറ്റം നന്നായിട്ട് അറിയുന്നവരുണ്ടെങ്കിലുള്ള ആ പുകച്ചിന് മാറും. കുളിക്കുമ്പോൾ ചെയ്യണം മോളെ.
ഏറ്റവും കൂടുതൽ പെണ്ണിന് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്താണെന്നറിയോ? നമ്മൾ നിവർന്ന് നിൽക്കണം. നമ്മൾ നിവർന്ന് നിന്നിട്ടുണ്ടല്ലോ, ഇരിക്കടാന്ന് പറയണം. എന്നിട്ട് അവനും കൊണ്ട് അവൻ്റെ മുകളിൽ കയറിയിരിക്കണം. ഉഫ്, അവൻ ചത്തു പൊക്കോട്ടെ, ഓക്കെ. അവൻ ഇങ്ങനെ നിവർത്തി കിടത്തണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് പൊന്തിച്ചു കൊടുക്കണം, പകുതി ഇരുന്ന് കൊടുക്കണം. മൊത്തത്തിൽ ഇരുത്തിക്കാനും അവൻ്റെ മൂക്ക് ചുണ്ട് എല്ലാം അവൻ നാളെ ചത്തു കൊല്ലുമോ നാളെ? നീ നാളെ വരും. ബാത്ത് ടബിൽ വെള്ളം നിറച്ച് അതിൽ കളിക്കണം. പൊളിക്കും. ഞാൻ ലേറ്റ്. അയ്യോ, ഒരു മിനിറ്റ്. ഹലോ. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് നാളെ നീ വന്നോട്ടാ ചെറുക്ക. ഹലോ മിണ്ടാൻ പറ്റത്തും പോകും. എന്നിട്ട് പതുക്കെ ഇന്ന് പോരെ, ഇന്ന് ഞാൻ ഫ്രീയാ, ഇന്ന് ബീച്ചിട്ട് പോളി, പക്ഷെ ഞാൻ കുടിക്കണ സമയത്ത് വേണം കേട്ടാ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത് എന്നെ വരുമ്പോൾ ഐസ്ക്രീം മേടിച്ചോണ്ട് പോരെ, അല്ലെങ്കിൽ തേൻ വേണ്ട, എനിക്ക് കുണാഫ മതി. തലേണ വെക്കണേട്ടാ, തലേണ വെച്ച് ചെയ്ത് തന്നെ, ഓക്കെ. എന്നിട്ട് പതുക്കെ ഉണ്ടല്ലോ 2 കാല് ഇതാക്കിയിട്ട് 1 മിനിറ്റ്. വാ. അയ്യോ കളിച്ച് മരിക്കും ഫർഹാൻ, സീരിയസ്ലി. പക്ഷെ കൺഫേം ഞാൻ കൺഫേമാ. ഐസ്ക്രീം കൊണ്ട് വന്നാൽ മതി. ഐസ്ക്രീം കൊണ്ട് വന്നതിൻ്റെ കാര്യമുള്ളൂ. എനിക്ക് ഐസ്ക്രീം കൊണ്ട് വരാണ്ട് കാര്യമില്ല. എന്നിട്ട് പതുക്കെ ഉണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്യാം? ആണിൻ്റെ സുന ഉണ്ടല്ലോ, ആണിൻ്റെ മുട്ടമണി എടുത്തിട്ട് ഹലോ ലൈവ് ഓഫ് ആക്കിട്ടാ. കേക്കുന്നില്ലേ? പറഞ്ഞോ. അതെ, ഒരു മിനിറ്റ്. ഇത് വന്നിട്ട്